നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാം ഭംഗിയായി പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ കാര്യങ്ങൾ തകിടമറിയുന്നത്? പുതിയ വണ്ടി മേടിച്ചു, പിറ്റേന്ന് തന്നെ ആക്സിഡൻറ്റ്, വീട് പണി തുടങ്ങി, പക്ഷേ പാതി വഴിയിൽ മുടങ്ങിയതും. നന്നായി പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തളർന്നു പോകുന്നു. നമ്മൾ ഇതിനെ വിധി എന്ന് വിളിക്കും അല്ലേ? എന്നാൽ നമ്മളുടെ പൂർവികർ ഇതിനൊരു പേര് നൽകിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഭയപ്പെടുന്ന, എന്നാൽ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു ശക്തി. അതാണ് ഈവിൾ ഐ അഥവാ കണ്ണീർ, അല്ലെങ്കിൽ ദുഷ്ടദൃഷ്ടി എന്ന് നമുക്ക് പറയാം. ഇത് വെറുമൊരു അന്ധവിശ്വാസമാണോ, അതോ നമ്മുടെ എനർജി ഫീൽഡിനെ തകർക്കാൻ ശേഷിയുള്ള ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടോ? ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ആ സത്യമാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ നെഗറ്റീവ് എനർജിയെ തിരിച്ചറിയാനും അതിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാനുമുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കും. ആരും പറയാത്ത ചില രഹസ്യങ്ങൾ ഇന്ന് ഞാൻ വെളിപ്പെടുത്തുകയാണ്. സോ വെൽക്കം ടു അവർ ഗ്രീൻ ട്രൂത്ത് ചാനൽ. ഓരോ ദിവസവും പലതരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക്, നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരുപാട് നല്ല അറിവുള്ള വീഡിയോസ്. ആദ്യം നമുക്ക് എന്താണ് ഈവിൾ ഐ അല്ലെങ്കിൽ കണ്ണീർ എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, ഒരാളുടെ തീവ്രമായ അസൂയയോ പകയോ അല്ലെങ്കിൽ അതിരു കവിഞ്ഞ സ്നേഹം പോലും മറ്റൊരാളിലേക്ക് പ്രസരിക്കുന്ന നെഗറ്റീവ് എനർജിയാണ് ഈവിൾ ഐ എന്ന് പറയുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ. ഗ്രീക്ക് പുരാണങ്ങൾ മുതൽ നമ്മുടെ നാട്ടിന് പുറത്തെ മുത്തശ്ശിമാർ വരെ പറയുന്ന കാര്യമാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മളെല്ലാം എനർജിയാണ്. നമ്മുടെ ചിന്തകൾക്കൊരു വൈബ്രേഷൻ ഉണ്ട്. ഒരാൾ നിങ്ങളെ നോക്കി ഇവൻ ഇത്ര വളർന്നോ എന്നു അസൂയയോടെ ചിന്തിക്കുമ്പോൾ അവരുടെ കണ്ണിലൂടെ പുറത്തു വരുന്നത് വെറും നോട്ടമല്ല, അതൊരു തരംഗമാണ്. ആ തരംഗം നിങ്ങളുടെ ഓറയിൽ വിള്ളലുകൾ ഉണ്ടാക്കും. മലയാളത്തിൽ നമ്മൾ ഇതിനെ കരിങ്കണ്ണ് എന്ന് വിളിക്കാറുണ്ട് പലപ്പോഴും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചെറിയ കുട്ടികൾ പെട്ടെന്ന് അസുഖം വരുന്നത് അവർക്ക് എനർജി ഷീൽഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അവർ നമ്മൾ കറുത്ത പൊട്ട് അല്ലെങ്കിൽ ചരട് ഒക്കെ കെട്ടി സംരക്ഷിക്കുന്ന ഇതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഈവിൾ ഐ എന്നത് ഒരാളുടെ നോട്ടം കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും സംഭവിക്കാം. എന്തൊരു ഭംഗിയാണ്, എന്തൊരു വീടാണ് എന്നൊരാൾ പറയുമ്പോൾ ആ വാക്കിൻ്റെ ഉള്ളിൽ വികാരം അസൂയാണെങ്കിൽ അത് ആഘാതം സൃഷ്ടിക്കും. അതൊരു അദൃശ്യമായിട്ടുള്ള ഒരമ്പാണ് ആക്ച്വലി. അപ്പോൾ ഈവിൾ ഐ എന്തുകൊണ്ടുണ്ടാകുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, പലപ്പോഴും ഈവിൾ ഐ നൽകുന്നത് അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാട് ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പുതിയൊരു കാറ് വാങ്ങുന്നുണ്ട്. അവർ നിങ്ങളോട് സ്നേഹമായിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാവും, വിഷമവും ഉണ്ടാവും. ഒരു നിമിഷം അസൂയായി അത് മാറിയേക്കാം. ആ ഒരൊറ്റ നിമിഷം മതി, ആ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കും. ഇവിടെ എന്താ കാരണം? ആ വ്യക്തിയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും വിഷമങ്ങളും നിറഞ്ഞതായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് നിങ്ങളൊരു കാർ വാങ്ങുന്നത്. നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമവും സങ്കടവും അത് ഓട്ടോമാറ്റിക് അസൂയയായിട്ട് മാറും. രണ്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയയാണ് കേട്ടോ. പണ്ട് നമ്മളുടെ സന്തോഷങ്ങൾ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ യാത്രകൾ വരെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത്. അതിൽ എത്രയോ പേർക്ക് നിങ്ങളോട് ശുദ്ധമായ സ്നേഹമുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇനി അതിൽ എത്രയോ പേർക്ക് മോശമായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഈ ഇന്നത്തെ പലതരത്തിലുള്ള കണ്ണീറുകളും. നമ്മുടെ സന്തോഷങ്ങൾ അമിതമായി പ്രദർശിക്കുമ്പോൾ കാണുന്നവരുടെ മനസ്സിലെ അഭാവം, അത് ലാക്ക് എന്ന ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത്. സോ എനിക്കിതില്ലല്ലോ എന്ന ചിന്തയാണ് കണ്ണീറിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. റിപ്പീറ്റ് ചെയ്യുന്നു, ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ഈ രക്ഷപ്പെടുന്നതിന് മുന്നേ നിങ്ങൾക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ നോക്കണം. ചില ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം. 1, കാരണമില്ലാത്ത ക്ഷീണം, എത്ര ഉറങ്ങിയാലും മാറാത്ത
ആലസ്യം. 2 തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ. അതുപോലെ തന്നെ ആ ഒരു കയ്യിൽ എത്താറായ കാര്യങ്ങൾ വഴുതിപ്പോവുക. 3 വീട്ടിൽ ഒരു കാരണമില്ലാതെ വഴക്കുകൾ. സ്നേഹത്തോടെ ഇരുന്നവർ പെട്ടെന്ന് ശത്രുക്കളെ പോലെ പെരുമാറുന്നത്. 4 വളർത്തുമൃഗങ്ങൾക്കോ ചെടികൾക്കോ പെട്ടെന്ന് നാശം സംഭവിക്കുക. നിങ്ങളുടെ വീട്ടിൽ തുളസി പെട്ടെന്ന് ഉണങ്ങിപ്പോയാൽ ശ്രദ്ധിക്കുക. സോ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വന്ന നെഗറ്റീവ് എനർജി ആവാം ഈ ചെടികളോ മൃഗങ്ങളോ അത് ഏറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനം, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ അടുത്ത പ്ലാനുകൾ, വലിയ വിജയങ്ങൾ എന്നിവ നടപ്പിലാക്കുന്നത് വരെ രഹസ്യമായി വയ്ക്കുക. കണ്ണ് കിട്ടാതിരിക്കാൻ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ളത് കാര്യങ്ങൾ വെറുതെ അല്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്ലാനോ വിജയം നേടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നവരെ ആരോടൊന്നും പറയണ്ട കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എല്ലാം തുറന്ന് കാണിക്കാൻ നിർത്തുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. എനർജി സേവ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആവാം, പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യാമെന്നും കൂടെ പറയാം. പരിഹാര മാർഗങ്ങളാണ് ഉപ്പ് വെള്ളം, കല്ലുപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കല്ലുപ്പ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്ലെൻസറാണ് ഈ ഉപ്പ് എന്ന് പറയുന്നത്. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പുണ്ടല്ലോ, അതിട്ട് കുളിക്കുന്നത് നിങ്ങളുടെ ഓറ ക്ലീൻ ചെയ്യാനായിട്ട് ധാരാളമായി സഹായിക്കും. അതുപോലെ വീട് തുടയ്ക്കുന്ന ആ വെള്ളത്തിൽ കല്ലുപ്പ് ചേർക്കുന്നത് വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി മാറ്റും. 2 ദൃഷ്ടി നീക്കൽ. നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് കർപ്പൂരം ഒഴിഞ്ഞ് കത്തിക്കുകയോ ഉപ്പുമുളക് ഉപയോഗിച്ച് ഒഴിഞ്ഞു കളയുകയോ ചെയ്യുന്ന സൈക്കോളജിക്കലി സ്പിരിച്വാലിറ്റിയും ചേർന്ന ഒരു വലിയ സംഭവമാണ്. അത് ഒരുപാട് ആശ്വാസം നമുക്ക് നൽകും. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നത് നല്ലതാണ്. 3 പ്രൊട്ടക്ഷൻ സിംബലുകൾ. ഈവിൾ ഐ ബ്രേസ്ലെറ്റുകൾ, കറുത്ത ചരട് എന്നിവ ധരിക്കുന്നത് ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കും. വീടിൻ്റെ മുൻപിൽ കള്ളിമുള്ളിച്ചെടിയോ അല്ലെങ്കിൽ കറ്റാർ വാഴയോ നടുന്നത് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാനായിട്ട് ധാരാളം സഹായിക്കും. 4 ധ്യാന മെഡിറ്റേഷൻ. എല്ലാ ദിവസവും 5 മിനിറ്റ് നിങ്ങളുടെ ചുറ്റും ഒരു വെളുത്ത പ്രകാശം, ഒരു വൈറ്റ് എനർജി കവചമായി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈവിളെ ചെയ്യുന്നവർക്ക് എന്ത് ദോഷം ഉണ്ടാകും അതും നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് നേരെ നമ്മൾ കണ്ണേറ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദാറ്റ്സ് വി കോൾ കർമ്മ എന്നൊരു നിയമമുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എന്ത് കൊടുക്കുന്നുവോ അത് 3 ഇരട്ടിയായിട്ട് തിരികെ വരുമെന്നാണ് പറയുന്നത്. അസൂയ എന്ന വികാരം ആദ്യം കത്തിക്കുന്നത് അത് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരെയാണ്. ആക്ച്വലി മറ്റുള്ളവർ തകർച്ചയുണ്ടല്ലോ, അത് ആഗ്രഹിക്കുമ്പോൾ സ്വന്തം വളർച്ചയാണ് അവിടെ മുരടിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നെഗറ്റീവ് എനർജി അയക്കുന്ന വ്യക്തിയുടെ ഓറ കറുത്തതായി മാറും. അവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കില്ല. രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം എന്നിവ അവരെ വേട്ടയാടും. മറ്റൊരാളുടെ ആ ഒരു വിളക്ക് കൊടുത്താനായിട്ട് നോക്കുമ്പോൾ സ്വന്തം കയ്യിലാണ് കരി പുരളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതെപ്പോഴും ഓർക്കുക. മറ്റൊരാളുടെ വിളക്ക് കെടുത്തുമ്പോൾ അതിൻ്റെ കരി നമ്മുടെ കയ്യിലായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരുടെ വിജയത്തെ ആഗ്രഹിക്കാനായിട്ട് പഠിക്കുക. ബ്ലെസ് ദം എന്ന് എപ്പോഴും മനസ്സിൽ പറയുക. അത് നിങ്ങളിലേക്കും പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അവസാനമായിട്ട് ഈവിളൈ ഉണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിനേക്കാൾ ഉപരി നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതാണ് പ്രധാനം. പോസിറ്റീവായിരിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ആശംസിക്കുക, ഒപ്പം നമ്മളുടെ എനർജി ഫീൽഡ് ക്ലീനായി സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ നെഗറ്റീവ് ആ സംഭവം എടുത്ത് കളയുക. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എല്ലാ സംഭവവും. ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല, ജാഗ്രത മാത്രം മതി. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്കും ഈ ഒരു പവർഫുൾ വീഡിയോ അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇവിടുന്ന് എന്ത് മനസ്സിലായി എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.